നമ്മളുടെ ആദർശത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ ചോദ്യം ചെയ്യപ്പെടുകയും എന്നിട്ട് ആ സുന്നത്ത് ജമാഅത്തിനെ വികലമാക്കുകയും ആ സുന്നത്ത് ജമാഅത്തിനെ ഓരോരുത്തരുടെ താല്പര്യത്തിന് അനുസരിച്ച് അത് വളച്ചൊടിക്കുകയും ചെയ്യുന്ന ഈ രംഗമെങ്ങാനും അവർക്ക് കണ്ടു നിൽക്കാൻ സാധ്യമല്ല. കാരണം അവർക്ക് തീയിൽ മുളച്ചവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ, തീയിൽ മുളച്ചവരാണ് കഴിഞ്ഞുപോയ മഹത്തുക്കളായ പണ്ഡിതന്മാർ. അതേപോലെ കേരളത്തിലുള്ള മഹാന്മാരായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ മുതൽ ഇന്നുള്ള സയ്യിദുൽ ഉലമ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വരെ നേതൃത്വം ചെയ്യുന്നതാണ് നൽകുന്നതായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ ജമിയത്തുൽ ഉലമ നമ്മുടെ ആദർശത്തിന്റെ പ്രസ്ഥാനമാണ്. ആ ആദർശം കാത്തുസൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ മുതിർന്നവരും കാരണവന്മാരും പണ്ഡിതന്മാരും സാധാരണക്കാരും വിദ്യാർത്ഥികളും ആർക്കെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ വിശ്വസിക്കുന്നുണ്ടോ അവർക്ക് നമ്മുടെ ആദർശത്തെ നിലനിർത്തണം. ആദർശത്തിന് വേണ്ടി ജീവിച്ചവരാണ് അവർ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ അണിനിരുന്നവരൊക്കെ പ്രായമുള്ളവർ മാത്രമായിരുന്നില്ല, ചെറിയ ചെറുപ്പക്കാർ ധാരാളം ഉണ്ടായിരുന്നു. ചെറുപ്പക്കാർ അവരുടെ രക്തവും മജ്ജയും അവരുടെ വിയർപ്പും ചിന്തയും കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം ഇവിടെ നിലനിർത്തിയത്. അതിനുവേണ്ടിയാണ് അവർ ത്യാഗം ചെയ്തത്. അതിനുവേണ്ടിയാണ് പ്രവാചക ശ്രേഷ്ഠൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ജിഹാദ് ചെയ്യാൻ, ദീനുൽ ഇസ്ലാമിന്റെ എതിരാളികൾക്കെതിരെ നിവർത്തി അതിനെതിരെ വരുന്ന ആയുധങ്ങളെ സ്വീകരിക്കാൻ സന്നദ്ധരായിക്കൊണ്ട് ചെറുപ്പക്കാർ റസൂലുള്ളാഹിയുടെ കൂടെ ഉണ്ടായിരുന്നു. ചുരുക്കി പറയട്ടെ, ഒരു അവസരത്ത് ഒരു ചെറുപ്പക്കാർ നമ്മുടെ SSFനും അതേപോലെ സമസ്തന്റെ പക്ഷേ സംഘടനകളായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ, അതേപോലെ അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യുന്ന നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കാരണവന്മാരും മുതിർന്നവർ, അവരൊക്കെ ദീനുൽ ഇസ്ലാമിന്റെ ശക്തമായ ഭാഗങ്ങളാണ്. അവരിൽ മുമ്പേ ഉണ്ടായിരുന്ന ഈമാൻ, ശക്തമായ സുന്നത്ത് ജമാഅത്തിലുള്ളതായ അർപ്പണ ബോധത്തോടെയുള്ള ഈമാൻ, അതിനൊരിക്കലും നമുക്ക് തകരാറ് പറ്റാൻ പറ്റില്ല. നമ്മൾ ഭൗതികമായ എന്തെങ്കിലും സംഘടന കൊണ്ടോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം കൊണ്ടോ ബഹുമാനപ്പെട്ട നമ്മുടെ ആദർശത്തെ അതൊരിക്കലും ബാധിക്കാൻ പറ്റില്ല. ആദർശമാണ് നമുക്ക് വലുത്. ആദർശത്തെക്കാൾ മറ്റൊന്നില്ല. അല്ലാഹു തആല അതിനാണ് ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതായ ചെറുപ്പക്കാർ ആദർശത്തിന് വേണ്ടി ജീവിച്ചവരാണ്. നമ്മുടെ ഈ യുവാക്കളെ കാണുമ്പോൾ നമുക്ക് നാം അറിയാതെ നമ്മെ ആദരിച്ചു പോകും, അവരെ ബഹുമാനിച്ചു പോകും. കാരണം നമ്മുടെ ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ താളുകൾ മറച്ചു നോക്കിയാൽ ആ ചെറുപ്പക്കാർ അനുഭവിച്ച ത്യാഗങ്ങൾ, അവർ ചിന്തിയ രക്തങ്ങൾ, അവർ ദീനിന് വേണ്ടി സഹിച്ചതായ ത്യാഗങ്ങൾ, അത് വളരെ വ്യക്തമായി സ്വർണ്ണലിപികളിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് വലിയ പ്രായമുള്ളവരെക്കാളും വളരെ ബഹുമാനം യുവാക്കളോട് തോന്നും, അതേപോലെ വിദ്യാർത്ഥികളോട് തോന്നും. കാരണം അവർ കാലാകാലങ്ങളായി യുഗാന്തരങ്ങളായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രചാരകരും അതിന്റെ പ്രവർത്തകരുമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം പറയാം. ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം വഹദ് യുദ്ധത്തിൽ പട്ടാളക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്തു. അങ്ങനെ ആ കൂട്ടത്തിൽ ജാബിർ, ചുരുങ്ങി പറയാൻ സമയമില്ലല്ലോ, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പേരുണ്ടായിരുന്നു. ജാബിർ ചെറുപ്പമാണ്, പ്രായപൂർത്തിയായിട്ടേ ഉള്ളൂ. ആ ജാബിറിന്റെ പിതാവ് വന്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, എന്റെ മകൻ ജാബിറിന്റെ പേര് വെട്ടണം നബിയെ, കാരണം എനിക്കൊരു ആൺ തുണയായി ഒരൊറ്റ മകനേ ഉള്ളൂ, ബാക്കി 8 പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്, അവന്റെ പെണ്ണന്മാരാണ്. അതുകൊണ്ട് എന്റെ മകന്റെ പേര് ആ വഹദ് യുദ്ധത്തിന്റെ പട്ടാളക്കാരുടെ പേരിൽ നിന്ന് വെട്ടണം. ഞാനിതാ ഒരു അർദ്ധവയസ്കനാണെങ്കിലും അബ്ദുള്ള പറയാണ് റളിയല്ലാഹു അൻഹു, ഞാൻ പ്രായം കൂടിയ ആളാണെങ്കിലും എനിക്ക് പാഠമുണ്ട്, എനിക്കെല്ലാം അറിയാം, അതുകൊണ്ട് എന്റെ പേര് ചേർത്തിട്ട് മകന്റെ പേര് വെട്ടണം എന്ന് പറഞ്ഞു. റസൂൽ അങ്ങനെ ചെയ്തു. മകന്റെ പേര് വെട്ടുകയും അങ്ങനെ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ പേര് എഴുതുകയും ചെയ്തു. എനിക്ക് പറയാൻ അതുണ്ടായിരുന്ന യുവാക്കൾക്ക്, അതുണ്ടായിരുന്ന പ്രായമുള്ളവർക്ക് ദീനുൽ ഇസ്ലാമിനോട് ആദർശത്തോട് എത്രമാത്രം ബന്ധമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ആ ഹരിയുദ്ധം അവസാനം നമുക്ക് അനുകൂലമല്ലായിരുന്നല്ലോ. അങ്ങനെ അവസാനം റസൂലുള്ളാഹിന്റെ നേരെ ഔളിയമ്പുകളും അതേപോലെ തന്നെ കുന്തങ്ങളും ഒക്കെ നാനാഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഈ അബ്ദുള്ള നെഞ്ചു നിവർത്തിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നു. അങ്ങനെ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഷഹീദായി. ചുരുക്കി പറയാൻ അങ്ങനെ അത് യുദ്ധം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്മാറിയില്ല. റസൂൽ പറഞ്ഞു, നമ്മളതിന് വിശ്രമിക്കാൻ ഇനി സമയമില്ല, ഇതിന് നമ്മൾ പകരം ചെയ്യണം, ഇതിന് നമ്മൾക്ക് ഈമാൻ കുറഞ്ഞിട്ടില്ല, വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് ഒരു യുദ്ധത്തിന് കൂടി നബി ആഹ്വാനം ചെയ്തു. ആ ഇതാണ് ഗസ്വത്തുൽ ഹംറ എന്ന് പറയുന്ന യുദ്ധം. ഗസ്വത്തുൽ ഹംറ വഹദ് യുദ്ധം കഴിഞ്ഞപ്പോൾ തന്നെ സംഘടിപ്പിക്കപ്പെട്ട മറ്റൊരു യുദ്ധം, അവർക്ക് കണക്ക് തീർത്ത് മറുപടി കൊടുക്കാൻ വേണ്ടി സംഘടിപ്പിച്ചതാണ് ഗസ്വത്തുൽ ഹംറ. അങ്ങനെ നബി പറഞ്ഞു, ഈ വഹദ് യുദ്ധത്തിൽ നമ്മൾ സംബന്ധിച്ചിട്ട് നമ്മുടെ ഈമാനിന് ക്ഷതം പറ്റിയിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വഹദ് യുദ്ധത്തിൽ പങ്കെടുത്തവർ മാത്രമേ ഈ ഗസ്വത്തുൽ ഹംറയിലും പങ്കെടുക്കാൻ പാടുള്ളൂ എന്നൊരു തീരുമാനം പ്രഖ്യാപിച്ചു. അപ്പോൾ അതാ വരുന്ന ജാബിർ, നേരത്തെ ബദർ യുദ്ധത്തിന്റെ പട്ടികയിൽ നിന്ന് വെട്ടിക്കളഞ്ഞ ജാബിർ വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ബദർ യുദ്ധത്തിൽ എന്റെ വാപ്പ എന്റെ പേര് വെട്ടിച്ചു, ഇപ്പോൾ തങ്ങൾ എന്റെ പേര് വെട്ടുകയാണോ? തങ്ങൾ വിശലനായി പോയി. തങ്ങൾ പ്രഖ്യാപിച്ചല്ലോ ആ വഹദ് യുദ്ധത്തിൽ പങ്കെടുത്തവർ മാത്രമേ ഈ ഗസ്വത്തുൽ ഹംറയിൽ വേണ്ടൂ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ ഉണ്ടാവില്ലല്ലോ, എന്റെ പേര് നേരത്തെ വഹദ് യുദ്ധത്തിൽ നിന്ന് വെട്ടിയിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടിയുടെ ഈമാനിന്റെ ആദർശത്തിന്റെ ശക്തി കണ്ടിട്ട് റസൂൽ പറഞ്ഞു, എന്നാൽ എന്റെ ഈ പ്രഖ്യാപനത്തിൽ നിന്ന് ജാബിറിനെ മാത്രം ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു, ജാബിറിനെയും ഈ ഗസ്വത്തുൽ ഹംറയിൽ ചേർത്തിരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കൂ. എന്തിനു വേണ്ടിയാണ് ആ ചെറുപ്പക്കാരൻ, ആ കുട്ടി ആ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിനോട് പറഞ്ഞത്? ആ ആദർശത്തെ നിലനിർത്താൻ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി അങ്ങേയറ്റം പടപൊരുതി വീരമുക്തി വരിക്കാനാണ് ബഹുമാനപ്പെട്ട ആ ചെറുപ്പക്കാരും അതേപോലെ അവരെ മുതിർന്നവരും വളരെയധികം സംരക്ഷിച്ച് എല്ലാവിധ പരീക്ഷണങ്ങളെയും നേരിട്ട് ആരുടെ മുമ്പിലും തലമുനിക്കാത്ത ഒരു ആദർശമാണ് ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം. ആദർശം ഒരു അമാനത്താണ്. അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ചതാണ്, നമ്മുടെ ഉമ്മത്തിനെ ഏൽപ്പിച്ചതാണ്. ഉമ്മത്തിനെ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏൽപ്പിച്ചു. നമ്മൾ സമസ്തനെ മനസ്സിലാക്കണം, സംസ്ഥാനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. അഥവാ റസൂലുള്ള ആ ഇസ്ലാമിക സംസ്കാരം അതിന്റെ ആദർശം തന്റെ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ സ്വഹാബാക്കൾ താബീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. താബീകൾ അങ്ങനെ യുഗാന്തരങ്ങളായി അന്ന് മുതലേ നമ്മുടെ മലബാറിലും കേരളത്തിലും മുസ്ലിങ്ങൾ വർദ്ധിച്ചു വന്നു. ചുരുക്കി പറയാണ്, ദീർഘിച്ച് പറയുന്നില്ല. അവസാനം കുത്തുബീങ്ങൾ വന്നു, ബഹുമാനപ്പെട്ട ഹൂസികൾ വന്നു, മഖ്ദൂമികൾ വന്നു. നമ്മുടെ കേരളത്തിൽ വലിയ പണ്ഡിത ശ്രേഷ്ഠന്മാർ അവർക്ക് ആദർശത്തെ മുറുകെ പിടിച്ചു. അവസാനം ബഹുമാനപ്പെട്ട ആ മഖ്ദൂമികൾ പണ്ഡിതന്മാർ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ ഏൽപ്പിച്ചു. മുല്ലക്കോയ തങ്ങൾ വളരെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. മുല്ലക്കോയ തങ്ങൾ പണ്ഡിതന്മാരെ വിളിച്ചുകൂട്ടി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അഥവാ റസൂലും സ്വഹാബത്തും താബീകളും ഇവിടെ നടപ്പിലാക്കിയ ആദർശം എന്താണോ ആ ആദർശത്തിന് വിള്ളലേൽപ്പിക്കാൻ, ആദർശത്തിന് തകരാറുണ്ടാക്കാൻ വഹാബികളും ജമാഅത്തുകാരും അങ്ങനെയുള്ള നവീനവാദികൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തെ നമുക്ക് അവരെ അടിയറ പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 1926 ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ അധ്യക്ഷനായിക്കൊണ്ട് സമസ്ത രൂപീകൃതമായത്. അതാണ് ഇവിടെ ആദർശം അമാനത്താണെന്ന് പറഞ്ഞത്. ആ അമാനത്ത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്വീകരിക്കുകയും അങ്ങനെ അന്നുണ്ടായിരുന്ന മഹാരഥന്മാരായ യഥാർത്ഥ മുഖ്ലിസീങ്ങളായ മുത്തഖീങ്ങളായ ഉലിയാക്കന്മാരായ ആരിഫീങ്ങളായ പണ്ഡിതന്മാരെല്ലാം അന്ന് ഒരുമിച്ചു, എല്ലാവരും ഒരുമിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായത്. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വന്നതോടുകൂടിയാണ് ഇവിടെയുള്ള മുജാഹിദീങ്ങളും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഈ നാട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടത്. അവർ അടക്കി വയ്ക്കുകയായിരുന്നു ആദ്യം.
അവർ തെക്കൻ നാടുകളിൽ നിന്ന് വന്നുകൊണ്ട് അവർ പിന്നെ കെ മൗലവിയെ പോലെയുള്ള ആൾക്കാരൊക്കെ അന്ന് ദീനിനെ വക്രമാക്കിക്കൊണ്ട് അവർ പ്രവർത്തിച്ചു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അപവാദം പറഞ്ഞു. അഥവാ റസൂൽ സാധാരണ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ മനുഷ്യൻ മാത്രമല്ല പ്രവാചകനാണെന്ന് എന്നത് അവർ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് ഇത് വേഗം സാധാരണ മനുഷ്യനാണ്, മറ്റുള്ളവരെ പോലെയുള്ള മനുഷ്യനാണ്, തങ്ങൾക്ക് പ്രത്യേകതയില്ല, അതേപോലെ തന്നെ കറാമത്തില്ല, മുഅ്ജിസത്തില്ല, അങ്ങനെയുള്ള വളരെ വളരെ മോശമായ വാദങ്ങൾ അന്ന് മുതൽ ഇവിടെ അവർ കൊണ്ടുവന്നു. അതിനെ ചെറുത്ത് തോൽപ്പിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആദർശമുള്ള ചെറുപ്പക്കാരെ ഇവിടെ സൃഷ്ടിച്ചു. ആദർശമുള്ള 10,000 നിങ്ങൾ നോക്കണം. ഒരു 100 വർഷമായല്ലോ, 100 വർഷമായി, 99 വർഷമായി, ഇനി ഒരു കൊല്ലം കൂടിയാൽ 100 വർഷമാകും. ഈ 100 വരെ എന്താ സമസ്ത ചെയ്തത് എന്ന് ചോദിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയല്ലേ ഈ 100 വർഷവും അതിൻ്റെ മുമ്പും ആ സമസ്തയിലുള്ള സരണിയിൽപ്പെട്ട പണ്ഡിതന്മാരായിരുന്നു. ഈ ഒരു നൂറ്റാണ്ട് കണ്ട് നമ്മുടെ ലോകത്തുള്ള ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ മുസ്ലിങ്ങളെ മൂമിനീങ്ങളാക്കി തീർത്തത് ബഹുമാനപ്പെട്ട സമസ്തയല്ലേ. നമ്മുടെ സമസ്തയുടെ മദ്രസയിൽ നിന്ന്, സമസ്തയുടെ ആലിമീങ്ങളുടെ ഉപദേശത്തിൽ നിന്ന് പഠിച്ചുപോയവരല്ലേ മരിച്ചുപോയ കോടിക്കണക്കിലും ഇന്ന് ജീവിച്ചിരിക്കുന്ന കോടിക്കണക്കിലുമുള്ള മൂമിനീങ്ങൾ ലോകത്ത് കഴിഞ്ഞു കൂടിയത് അത് സമസ്തയല്ലേ. അതിന്റെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 99% സമസ്തന്റെ മദ്രസയിൽ പഠിച്ച് സമസ്തന്റെ ആലിമീങ്ങളുടെ ഉപദേശം കിട്ടും. അങ്ങനെയല്ലേ നമ്മുടെ സ്ത്രീകളും പുരുഷന്മാരും യഥാർത്ഥ മൂമിനീങ്ങളായത്, യഥാർത്ഥത്തിന്റെ ആദർശത്തിന്റെ വക്താക്കളായത്. ഈ ബഹുമാനപ്പെട്ട സമസ്തയല്ലേ ഈ ലോകത്ത് തന്നെ ആദരിക്കപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് ഉയർന്നത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ബഹുമാനപ്പെട്ട ആമുഖ പ്രസംഗത്തിൽ നിങ്ങളൊക്കെ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം. പിന്നെ നബി സാധാരണക്കാരനാണെന്ന് പറഞ്ഞതിനെ ബഹുമാനപ്പെട്ട പണ്ഡിത നിരകൾ, പണ്ഡിത ശ്രേഷ്ഠന്മാർ അവർക്കെതിരെ വളരെയധികം പ്രഖ്യാപിതയുണ്ട് തന്നെ പറയുകയുണ്ടായി. കാരണം റസൂലുള്ളാഹിനെ നമുക്ക് നമ്മുടെ കരളിന്റെ കരളാണ്. റസൂലുള്ള ഇവർക്ക് മൗദൂദി സാഹിബ് പറഞ്ഞത് പോസ്റ്റ്മാൻ എന്നാണ്. അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ഇവിടെ എത്തിച്ച ഒരു പോസ്റ്റ്മാൻ സിപാഹി എന്നാണ് മൗദൂദി പറഞ്ഞത്. അങ്ങനെ പലരും റസൂലുള്ളാഹിനെ തരം താഴ്ത്തി പറയുകയുണ്ടായി. ആ റസൂലുള്ളാഹിനെ സ്വഹാബാക്കൾ കണ്ടത് എങ്ങനെയാണെന്ന് അറിയുമോ? അവരുടെ കരളിന്റെ കരളാണ്, നമ്മുടെ ചങ്കിന്റെ ചൊരയാണ്. നമ്മുടെ കരളിന്റെ കരളായതുപോലെ ബഹുമാനപ്പെട്ട മഹാന്മാരായ സ്വഹാബാക്കൾ അങ്ങനെയാണ്. അവരുടെ ജീവനക്കാർ റസൂലുള്ളാഹിനെ സ്നേഹിച്ചു. നമ്മളത് പറയുക ചെയ്യുന്നുള്ളത് കാണിച്ചു കൊടുത്തു. ഒരു സംഭവം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി ചരിത്രത്തിൽ തങ്ങൾ ലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവങ്ങളാണ്. അതാർക്കും ഇവിടെ ഇല്ലാതാക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഖുറൈശികൾ വേഷം മാറി വന്നു. ഒരു നാട്ടിലുള്ള കാഫിറുകൾ വേഷം മാറി മുസ്ലിംകളുടെ അത് നടിച്ചിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലേക്ക് ഇസ്ലാമിന്റെ പ്രചാരണം നടത്താൻ വേണ്ടി കുറച്ച് ചെറുപ്പക്കാർ വേണമെന്ന്. റസൂലുള്ളാഹി അയച്ചു കൊടുത്തു. സെയ്ദ് ബിൻ ദസ്ലത്ത്, അബ്ദുല്ലാഹി ബിൻ ത്വായിഖ്, ആസിം റളിയല്ലാഹു അൻഹു, ഹുബൈബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ആ യുവാക്കൾ, ജാബിറിനെ പോലെയുള്ള കുറച്ച് യുവാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു കൊടുത്തു. അങ്ങനെ കുറെ കഴിഞ്ഞ് അവിടെ നടത്താനായപ്പോൾ അവരുടെ തനിനിറം കാണിച്ചു. ഇവരെ അവർ ബന്ദികളാക്കി. റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കളെ അവർ ബന്ദികളാക്കി. അവർ ആക്രമിക്കാൻ ചെയ്തു. വളരെയധികം ആക്രമണങ്ങൾ അയച്ചുവിട്ടു. ഒരുപാട് വളരെ ദീർഘിച്ച സംഭവമാണ്. ഞാൻ ഒന്ന് മാത്രം നിങ്ങളോട് പറയാം. ബഹുമാനപ്പെട്ട ഹുബൈബ്, ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഹുബൈബിനെ അവർ കൽത്തുറങ്കിൽ അടിച്ചു, ജയിലിൽ അടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹുബൈബേ, നിന്റെ മരണം എടുത്തിരിക്കുന്നു, നീ അതിൽ നിന്ന് പിന്മാറുന്നു എന്ന്. ഹുബൈബ് പറഞ്ഞു, ഒരിക്കലുമില്ല, ഞാൻ ആ അശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആദർശത്തിൽ ഞാൻ മുറുകെ പിടിക്കുന്നു, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് ആർക്കും സാധ്യമല്ല. എന്നാൽ ഞങ്ങൾ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരു കൊലമരം, ഒരു കഴുകുമരം നാട്ടി. എന്നിട്ട് ആ കഴുകുമരത്തിലേക്ക് ആ കാണുന്ന ചങ്ങലയിൽ നിന്നെ ബന്ധിച്ചുകൊണ്ട് നിന്നെ കൊല നടത്തും. അതുകൊണ്ട് നീ അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ഹുബൈബ് ഒരിക്കലും അത് സമ്മതിച്ചില്ല. ഹുബൈബ് റളിയല്ലാഹു അൻഹു അവസാനം കൊല ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അവസാനമായ ഒരു ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 2 റക്അത്ത് എനിക്ക് നിസ്കരിക്കാൻ അനുവദിക്കണമെന്ന്. അങ്ങനെ ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പ്രബോധനത്തിന് വേണ്ടി നാട്ടിൽ അയച്ചതാണ്. പുനാര നബിയോട് വേർപിരിഞ്ഞ് തിരിച്ചു കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്റെ ഈ വിവരം അതേപോലെ തന്നെ അസ്സലാമു അലൈക്കും എന്ന സലാം അദർവായ റസൂലുള്ളാഹിക്ക് എത്തിക്കണമെന്ന്. അതാണ് അവസാനത്തെ ദുആ. അങ്ങനെ ഹുബൈബിനെ അവർ പിടിച്ചുകൊണ്ടുപോയി. ഹുബൈബിനെ കഴുമരത്തിൽ നാട്ടി. എന്നിട്ട് അവർ പറഞ്ഞു, ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട്, നിന്നെ ഞങ്ങൾ ഇതാ വധിക്കാൻ പോകുന്നത് നിന്റെ ചുറ്റുഭാഗത്തും അമ്പെയ്ത്ത് വിദഗ്ധരായ അമ്പെയ്യുന്ന ആൾക്കാരെ നിർത്തും. എന്നിട്ട് നിന്റെ ശരീരത്തിലേക്ക് ഓരോന്നോരോന്നായി അമ്പെയ്യും. എന്നിട്ട് നിന്നെ ഓട്ടയാക്കിയിട്ട് കൊല്ലാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. നിന്നെ ഈ മരത്തിൽ ബന്ധിക്കുന്നതിന്റെ മുമ്പ് എനിക്ക് മുഹമ്മദ് നബിയെ എന്റെ സ്ഥാനത്ത് ഇവിടെ കൊണ്ടുവന്ന് ബന്ധിക്കുന്നത് ഇഷ്ടമാണെന്ന് നീ പറഞ്ഞാൽ മതി. മുഹമ്മദ് ഞങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിയില്ല. നിന്റെ മുഹമ്മദിനെ ഈ കഴുകുമരത്തിൽ നിന്റെ സ്ഥാനത്ത് കൊന്നു കളയുന്നത് നിനക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിന് മുള്ളു തറക്കുന്നതിനേക്കാളും ഞാൻ ഇവിടെ പടഞ്ഞു മരിക്കലാണ് എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവർ മരത്തിൽ കെട്ടിയിട്ടു. എന്നിട്ട് നാനാ ഭാഗത്തു നിന്നും ഹദീസിൽ പറയുന്നു, അവർ അമ്പ് ചെയ്തു. എന്നിട്ട് ഓട്ടയായി ഓരോ കഷ്ണം അമ്പ് പുറത്തുപോയി മുൻഭാഗത്ത് നിന്ന് വരുന്ന അമ്പുകൾ പിൻഭാഗത്തുകൂടെ പുറത്തുപോയി ഒരു കഷ്ണം മാംസവും. ആ സമയത്തെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു അവസാനത്തെ രക്തവും ചിന്തി ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു അവിടെ ഷഹീദായി. ഉടനെ ആ വിവരം ആദരവായ റസൂലുള്ളാഹിക്ക് ലഭിച്ചു. ആദരവായ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞു. ആദരവായ റസൂലുള്ളാഹി സലാം കിട്ടിയപ്പോൾ, നബി ആർക്കാണ് നിങ്ങൾ സലാം കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ, എന്റെ ഹുബൈബ് ദീനുൽ ഇസ്ലാമിന് വേണ്ടി ആദർശത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പിടഞ്ഞു മരിച്ചു എന്ന് ഷഹീദായി എന്ന് റസൂലുള്ളാഹി പറയുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ആദർശത്തിനോട് നമുക്ക് വലിയ ആഭിമുഖ്യമുണ്ടോ? അതിനോട് നമ്മൾ എത്ര വില കൽപ്പിക്കുന്നുണ്ട്? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് നമ്മുടെ ഈമാനിന് പൊതുവെ ക്ഷതം വന്നിരിക്കുകയാണ്. നമ്മൾ ഭൗതികമായ താല്പര്യങ്ങളിലാണ്. നമ്മൾ ഭൗതിക സുഖലോലുപതരായി ദീനിനോട്, ഇസ്ലാമിനോട് ഉള്ളതായ നമ്മളുടെ ശക്തിയായ നമ്മളുടെ പൂർവികരുടേതായ ഈമാൻ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിസ്കാരത്തിന്റെ കാര്യത്തിലും അതേപോലെ മറ്റുള്ളതായ നല്ല പ്രവർത്തനങ്ങളിലുമൊക്കെ പണ്ടുണ്ടായിരുന്ന ഏകോപനവും അതിനുവേണ്ടിയുള്ള പ്രവർത്തനവും ആ സ്ഥാനത്ത് നിന്ന് നമ്മൾ പരസ്പരം കുറ്റം പറയുകയും പരസ്പരം ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ സ്ഥാപിക്കുകയും മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ എത്രയോ നൂറുകണക്കിലുള്ള ആരിഫീങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തന്ന സുന്നത്ത് ജമാഅത്ത്, ആ സുന്നത്ത് ജമാഅത്തിനെ പലരും അലങ്കോലപ്പെടുത്തുമ്പോൾ അതിന്റെ മുഖത്ത് കരിവാരിത്തേക്കുമ്പോൾ നമ്മുടെ ഈമാൻ ഉണരണം സഹോദരന്മാരെ. ആ ഈമാൻ ഉണരണം. നമുക്ക് ഏറ്റവും വലിയത് നമ്മുടെ ഈമാനാണ്, ഏറ്റവും വലിയത് നമ്മുടെ ആദർശമാണ്. ആ ആദർശത്തിനെ ദുനിയാവിന് വേണ്ടി നമ്മൾ വിൽക്കരുത്. വഹാബികളും ജമാഅത്തുകാരും ഇപ്പോൾ പിടുത്തം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ആശയത്തിൽ നിന്ന് പലരെയും അവർ പിടികൊണ്ടുപോകും. അവരുടെ നുണപ്രചരണം കൊണ്ടും അവരുടേതായ തെറ്റായ പ്രസംഗങ്ങളെ കൊണ്ടും അവർ നമ്മുടെ അടികളിലുള്ള മഹാന്മാരെയൊക്കെ പിടികൂടി തെറ്റിദ്ധരിപ്പിക്കുന്നതായ ഒരു അവസ്ഥാവിശേഷമാണുള്ളത്. അതുകൊണ്ട് നമ്മൾ കരുതലോടുകൂടെ നിൽക്കണം. നമുക്ക് ഏറ്റവും വലുത് ദീനാണ്. ദീന് കഴിഞ്ഞിട്ടേ നമുക്ക് ഭൗതികമുള്ളൂ. നമ്മുടെ കച്ചവടവും നമ്മുടെ സമ്പത്തും നമ്മുടെ ഭൗതികതയും നമ്മുടെ രാഷ്ട്രീയവും ഒക്കെ നമുക്ക് അതിന്റെ ശേഷമുള്ള സ്ഥലങ്ങളിലാണ്. നമ്മുടെ ഈമാൻ അഥവാ റസൂലുള്ളാഹിയോട് ഒരിക്കൽ സ്വഹാബാക്കൾ വന്ന ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചു, ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് എന്തിനാണ്? നിന്റെ ഉമ്മാനെ. രണ്ടാമത് ചോദിച്ചു നിന്റെ ഉമ്മാനെ. മൂന്നാമത് ചോദിച്ചു നിന്റെ വാപ്പാനെ. നാലാമത് പറഞ്ഞപ്പോൾ നിന്റെ വാപ്പാനെ എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞ മൂന്നാമത് 1, 2, 3 തവണ 10 തവണ നാം ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുകയും ആ സുന്നത്ത് ജമാഅത്തിന്റെ
സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കുകയും വേണം. മറ്റുള്ളതൊക്കെ വരികയും പോവുകയും ചെയ്യും. ഞാൻ തീർക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അതാണ്. എല്ലാറ്റിനേക്കാളും നമ്മൾ സ്ഥാനം കൽപ്പിക്കേണ്ടത് സുന്നത്ത് ജമാഅത്തിന്, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്, സമസ്ത. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള സജീവമായ സംഘടന സമസ്തയാണ്. അതുകൊണ്ട് സമസ്ത പറയുന്നത് നമ്മൾ അനുസരിക്കുകയും സമസ്തയോടെ ചേർന്ന് നിൽക്കുകയും ചെയ്തുകൊണ്ട് അഥവാ റസൂലുള്ളാഹിയും ആ സ്വഹാബത്തിന്റെയും ഐക്യവും ഐമാനികമായ ബാധ്യതയും നമ്മൾ നിലനിർത്തണം. അതിന് സർവശക്തനായ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈമാൻ പഴയതുപോലെ രൂഢമൂലമായ ഈമാനായി, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചുള്ള ഈമാനായി, മറ്റെല്ലാറ്റിനേക്കാളും അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിനെ അഥവാ സമസ്തയെ ആദരിക്കാനും ബഹുമാനിക്കാനും ഈ ആദർശം ഒരു അമാനത്താണെന്ന് കരുതി നിങ്ങളത് സ്വീകരിക്കാനും ഞാൻ വിനീതമായി എല്ലാവരോടും എൻ്റെ നഫ്സിനോടും പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.